ആശാപ്രവർത്തകരുടെ കേന്ദ്ര കുടിശ്ശികയിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ കേരളത്തിന് നൽകാനുള്ള വിഹിതത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും ഫണ്ട് വിനിയോഗത്തിന്റെ കണക്കുകൾ ലഭ്യമാകാനുണ്ടെന്നും ജെ.പി. നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ കള്ളം പറഞ്ഞുവെന്നും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും പി സന്തോഷ് കുമാർ എം.പി പറഞ്ഞു. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ഇന്നിപ്പോൾ ആശാ വർക്കർമാരുടെ കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര നൽകാനുള്ള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ഇന്ന് നടത്തിയത്. ഇന്ന് പ്രധാനമായും CPI MP ആയ സന്തോഷ് കുമാറിൻ്റെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഇതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ആശാ വർക്കർമാർക്കുള്ള ഈ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കുടിശ്ശികയും കേരളത്തിന് നൽകിയതാണ്. ഇനി ഒരു രൂപ പോലും കേന്ദ്രം നൽകാനില്ല എന്നുള്ളതായിരുന്നു ജെ.പി. നദ്ദ പറഞ്ഞത്. മാത്രമല്ല ആശാ വർക്കർമാരുടെ വേതനം കൂട്ടുന്ന കാര്യം പരിഗണനയിലാണ് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്നലെ രാജ്യസഭയിൽ BJPയുടെ MP രേഖാ ശർമ്മ ഈ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കുടിശ്ശിക നൽകാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 24 മണിക്കൂർ തികയും മുമ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുടെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇന്ന് രാജ്യസഭയിൽ നടത്തിയത്. The government of India has given all its due. Please. No, not allowed. Please take your seats. The utilization certificate has not come. Our share has been given to Kerala for the Asha. Thank you. അതേസമയം കേരളത്തിന് 100 കോടി രൂപയോളം കുടിശ്ശിക നൽകാനുണ്ട് എന്ന് CPI MP ആയ പി സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുകയും സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ജെ.പി. നദ്ദയ്ക്കെതിരെ അവകാശ ലംഘനം നോട്ടീസ് നൽകുമെന്നും പി സന്തോഷ് കുമാർ MP ചൂണ്ടിക്കാട്ടി. കേരളത്തിന് ഒന്നും കൊടുക്കാനില്ല എന്നുള്ളതാണ്. 100 ആണോ 80 ആണോ 600 ആണോ എന്നുള്ളത് ഇരിക്കട്ടെ, അതിനപ്പുറത്തേക്ക് ഒന്നും കൊടുക്കാനില്ല എന്നുള്ള വളരെ തെറ്റായ ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി സംബന്ധിച്ചിട്ട് ഞങ്ങൾ വളരെ ആ വിഷയം ഉയർത്തിപ്പിടിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ചുള്ള നോട്ടീസ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ദൗത്യവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനിടെ ആശാപ്രവർത്തകരുടെ ഓർഡിനറിയത്തിൽ പ്രാഥമിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ല സംസ്ഥാന സർക്കാരിനാണെന്നും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് രാജ്യസഭയെ അറിയിച്ചു. ഇന്ന് ഹാരിസ് ബീരാൻ MP-യുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. എന്തായാലും ഈ ആശാ വർക്കർമാരുടെ കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ നിലയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രസ്ഥാനമാണ് കേന്ദ്രമന്ത്രിമാർ രാജ്യസഭയിലും ലോക്സഭയിലും ഇന്ന് ഉയർത്തിയത്. അസിത. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.